ഇസ്രയേലും ഗസയും തമ്മിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിരുന്നു. അമേരിക്കയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. എന്നാൽ ഇപ്പോൾ അത് അവസാനിച്ചു. കാരണം ഗസയിൽ ഹമാസ് ഭീകരർ ഇസ്രയേലിലെ ഒരു സൈനികനെ കൊന്നതോടുകൂടി കനത്ത ആക്രമണമാണ് ഇസ്രയേൽ ഇപ്പോൾ അവിടെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഹമാസ് ആണെന്നാണ് പറയുന്നത്. കാരണം വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ട് ഖത്തറിൻ്റെയും തുർക്കിയുടെയും മധ്യസ്ഥതയിലാണ് അവിടെ ചർച്ചകളൊക്കെ പുനരാരംഭിച്ചത്. അതോടുകൂടി പ്രശ്നത്തിന് ഏതാണ്ടൊരു പരിഹാരമായതും. ഇതിനിടയിലാണ് ഗസയിൽ വെച്ച് ഇസ്രയേലിൻ്റെ ഒരു സൈനിക ക്യാമ്പിന് നേരെ, അല്ലെ സൈനിക കൂട്ടത്തിന് നേരെ ഒരു കൂട്ടം ഹമാസ് ഭീകരർ വെടിയുതിർക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടക്കുന്നു. ഒടുവിൽ ഒരാൾക്ക്, ഇസ്രായേലി സൈനികന് ജീവൻ നഷ്ടപ്പെടുന്നു. ഇതോടുകൂടി കനത്ത വ്യോമാക്രമണവും ഇസ്രായേൽ അവിടെ ആരംഭിച്ചു. ചുരുക്കം പറഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ 104 പലസ്തീൻകാരാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഇതിൽ 66 പേര് സ്ത്രീകളും കുട്ടികളുമാണ്. ഇത്രയും വലിയൊരു ആക്രമണത്തിന് ഇടയാക്കിയത് ഹമാസ് ആണെന്ന് ഈ വെടിനിർത്തൽ കരാറിന് മധ്യസ്ഥത വഹിച്ച ഖത്തർ തന്നെ പറയുന്നു. ചുരുക്കം പറഞ്ഞാൽ ഹമാസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഖത്തർ രംഗത്ത് വരുന്നു എന്നർത്ഥം. അതായത് ഖത്തർ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി തന്നെ പറയുകയാണ്, ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഹമാസ് ആണ്. ഇനി ഇത്തരത്തിലുള്ള മധ്യസ്ഥത വഹിക്കാൻ ഞങ്ങളില്ല. അതായത് ഹമാസിനെ പലസ്തീനിലെ വിവിധ സംഘടനകളെയൊക്കെ തന്നെ നിരായുധീകരിക്കാൻ വേണ്ടിയിട്ടാണ് മധ്യസ്ഥർ ഇക്കാലമെല്ലാം പ്രയത്നിച്ചത്. ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 ഉടമ്പടിയൊക്കെ ഉണ്ട്. ഇത് വളരെ നിർണായകമായിരുന്നു. അതുപോലെ തന്നെ നടപ്പാക്കാൻ ഏറെ പ്രയാസകരമായിരുന്നു. പക്ഷേ പതിയെ നടപ്പാക്കിക്കൊണ്ട് സംയുക്ത സൈനിക സേനയൊക്കെ അങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് 2 ദിവസങ്ങൾക്ക് മുമ്പ് റഫേലെ ജനീന പരിസരത്ത് വെച്ച് ഒരു സംഘം ഹമാസ് ഭീകരപ്രവർത്തകർ ചേർന്നിട്ട് ഇസ്രയേലിന് നേരെ ആക്രമണം നടത്തിയത്. ഈ ആക്രമണം ശരിക്കും പറഞ്ഞാൽ ഖത്തറും തുർക്കിയും പോലെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ പോലും തള്ളിക്കളയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പം ഈ ഖത്തറാണ് ഇത്രയും കാലം ഈ ഹമാസിൻ്റെ ഭീകര പ്രവർത്തകരെ, അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കളെയൊക്കെ സംരക്ഷിച്ചു പോകുന്നത്. ഇസ്മയിൽ ഹനിയെ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ സ്വന്തം രാജ്യത്ത് അധിവസിപ്പിച്ച് സംരക്ഷിക്കുന്നു. ബിസിനസ് താല്പര്യങ്ങളെല്ലാം സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നു. ഇവർക്ക് ബിസിനസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഖത്തർ ഒരുക്കി കൊടുത്താണ്. തുർക്കിയും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്താണ്. അവിടെയാണ് ഖത്തറിൻ്റെ നിലപാടുകളെ തള്ളിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് ഈ ആക്രമണം നടന്നത്. എന്തായാലും ഈ ഹമാസ് ഒരു ഒഴിയാബാധയായി മാറുമെന്നാണ് ഇപ്പോൾ ഖത്തർ പറയുന്നത്. അതായത് അവരുടെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി തന്നെ പറയുന്നു, ഇന്ന് അല്ലെങ്കിൽ നാളെയും ഈ ഹമാസ് എന്ന് പറയുന്നത് നമ്മുടെ തോളിൽ തൂങ്ങുന്ന ഒരു ഭീകര സംഘമായിട്ട് മാറും. നമ്മൾ പറഞ്ഞാലൊന്നും അവർ കേൾക്കില്ല. എന്തിനാണ് ഇനി ഇവരെ ഉൾക്കൊള്ളുന്നതെന്ന് പറയുന്നു. അപ്പോൾ ട്രംപും ഈ പറയുന്ന ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ന്യായീകരിച്ചു. അതായത് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു, ഞങ്ങളുടെ സൈനികനെ കൊന്നതിന് ശക്തമായ തിരിച്ചടി ഞങ്ങൾ നൽകും, വ്യോമാക്രമണവും കരയാക്രമണവും നടത്തും. അപ്പോൾ നെതന്യാഹുവിൻ്റെ ഈ പ്രഖ്യാപനത്തെ ഡൊണാൾഡ് ട്രംപ് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗസ ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു പോകുന്നുവെന്ന് ഈ ഖത്തറിലെ നയതന്ത്ര വിദഗ്ധരും പറയുന്നുണ്ട്. കാരണം യുദ്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ യുദ്ധമില്ല, സമാധാനമുണ്ടോ എന്ന് ചോദിച്ചാൽ സമാധാനവുമില്ല. അപ്പോൾ യുദ്ധവും സമാധാനവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ രാജ്യം കടന്നു പോവുകയാണ്. അപ്പം ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിനെ പൂർണ്ണമായിട്ടും പിൻവലിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ അന്താരാഷ്ട്ര സൈന്യം എത്തിച്ചേരണം, അല്ലെങ്കിൽ ഭരണകൂടം അവിടെ നിലനിൽക്കണം. ഇത് ദ്രുതഗതിയിലുള്ള പുരോഗതി നടപ്പാക്കിയെങ്കിൽ മാത്രമേ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും 100 പേരോളം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഹമാസും ആയുധങ്ങളുമായിട്ട് രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നൊരർത്ഥം കൂടിയുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവന്ന് ഗസയെ പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനം നടത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചു. ഖത്തറും തുർക്കിയും എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് ഹമാസ് പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ഈ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇസ്രായേൽ ഇപ്പം പറയുന്നത് ഞങ്ങളുടെ ബന്ദികളെ മുഴുവൻ വിട്ടു നൽകണമെന്നാണല്ലോ. അപ്പോൾ ഈ മൃതദേഹങ്ങൾ വിട്ടുകിട്ടുന്ന കൂട്ടത്തിൽ ഏതാണ്ട് 26 പേരുടെ മൃതദേഹങ്ങളാണ് നൽകേണ്ടത്. അതിൽ 16ാമത്തെ മൃതദേഹങ്ങൾ നൽകുന്ന സമയത്ത് ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് കൈമാറിയത്. ഇത് റെഡ് ക്രോസിനാണ് നൽകുന്നത്. ഭൂമിക്കടിയിൽ നിന്ന് എന്തോ തുരന്നെടുത്തിട്ട് ഇങ്ങനെ കൈമാറുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ പിന്നീട് ഇസ്രായേൽ സേന പുറത്തുവിട്ടു. ആ മൃതദേഹത്തിൻ്റെ ശരീരഭാഗങ്ങളുടെ പരിശോധന നടത്തിയപ്പോൾ 2 വർഷം മുമ്പ് കൊല്ലപ്പെട്ട ഒരാളുടെ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങളാണ് നൽകിയത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ കബളിപ്പിക്കാനായിട്ട് ഹമാസ് ശ്രമിക്കുന്നു.
അവർ ഒരു ഡെഡ് ബോഡിയുടെ പൂർണ്ണമായ ഭാഗമല്ല നൽകിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ കബളിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്രായേൽ രംഗത്തേക്ക് വരുന്നു. വീണ്ടും അവിടെ ആക്രമണത്തിന് തുനിയുന്നു. ഹമാസ് പറയുന്നു, ഞങ്ങൾക്ക് ഈ ആക്രമണം നിർത്തിയെങ്കിൽ മാത്രമേ ഡെഡ് ബോഡി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റൂ. ഈ കോൺക്രീറ്റ് കൂമ്പാരങ്ങൾ ഉള്ളതിൻ്റെ അടിയിലേക്ക് ഇവർക്ക് പോയി പരിശോധിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് കൂടുതൽ സമയം വേണം. ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഹമാസ് ശക്തമായ രീതിയിൽ അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവിടെ ഇനിയും ആക്രമണം തുടരും. ഖത്തർ ആ രാജ്യത്തെ തള്ളി പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നു. നെതന്യാഹു സൈന്യത്തിന് ഉത്തരവിട്ടു, നിങ്ങൾ കനത്ത ആക്രമണം നടത്തിക്കോളൂ, ഹമാസിനെ പൂർണ്ണമായിട്ടും നിരായുധീകരിച്ചോളൂ എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് പോകുന്നത്. ഇതിനിടയിൽ ഇസ്രയേലിനുള്ളിൽ തന്നെ ഒരു കലാപ സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഇസ്രയേലിലെ യുവാക്കൾ നിർബന്ധിതമായ സൈനിക സേവനം നടത്തണം. എന്നാൽ യാഥാസ്ഥിതിക ജൂതർ എന്നറിയപ്പെടുന്ന ഹരേതികൾ ഇതിനെതിരെ വലിയൊരു പ്രതിഷേധം ഇസ്രായേൽ സംഘടിപ്പിച്ചു. ദശലക്ഷ പ്രകടന പ്രതിഷേധം എന്ന പേരിട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം നടത്തിയത്. അതായത് ഈ ഹരേതികൾ ജെറുസലേം കവാടം ഉപരോധിച്ചുകൊണ്ട് വലിയൊരു സമരം നടത്തുന്നു. കാറിലും ബസ്സിലും ട്രെയിനിലുമൊക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് ഹരേതികൾ ഇവിടേക്ക് എത്തിയെന്നാണ് പറയുന്നത്. എന്തായാലും 10,000-കണക്കിന് ആളുകൾ എത്തിയതോടുകൂടി നഗരത്തിൽ പലയിടത്തും ഗതാഗതം സ്തംഭിച്ചു. വാഹനങ്ങൾ മുന്നോട്ട് പോകാത്ത അവസ്ഥ, കമ്പോളങ്ങളൊക്കെ അടച്ചിടേണ്ട അവസ്ഥ, അങ്ങനെ വലിയൊരു പ്രതിസന്ധി അവിടെ സൃഷ്ടിക്കപ്പെട്ടു. നിരവധി ആളുകൾ സമീപത്തെ കെട്ടിടങ്ങളിലൊക്കെ കയറിയുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു, ഇസ്രായേൽ ഭരണകൂടത്തിനെതിരായിട്ടുള്ള നിലപാട് പ്രഖ്യാപിക്കുന്നു. ഇതിനിടയിൽ ചില ആളുകൾ സമീപത്തെ കൂറ്റൻ കെട്ടിടങ്ങളിലുമൊക്കെ കയറി. ഇവരെ തടയാൻ പോലീസും എത്തി. എന്തായാലും 20 വയസ്സുള്ള മെനാഫെം മെൻഡൽ ലിറ്റ്മാൻ എന്ന് പറയുന്ന ഒരാൾ, അതായത് ഈ ഹരേതി വംശജൻ, അവിടെ നിന്ന് വീണു മരിക്കുകയാണ്. ഇയാളെ ആരെങ്കിലും കൊന്നതാണോ, ദുരൂഹ സാഹചര്യത്തിലാണോ ഈ മരണം എന്നത് സംബന്ധിച്ച് ഒരു കൃത്യതയില്ല. എന്തായാലും തങ്ങളുടെ കൂടെ പ്രതിഷേധത്തിന് വന്ന ഒരാൾ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതോടുകൂടി പ്രതിഷേധക്കാർ പതിയെ പിൻവാങ്ങുകയാണ്. ഈ പ്രതിഷേധക്കാർ പിൻവാങ്ങിയപ്പോൾ 100 കണക്കിന് വരുന്ന യുവാക്കൾ അവിടുത്തെ പോലീസുകാരുമായിട്ട് ആ പിൻവാങ്ങലിനിടയിൽ ഏറ്റുമുട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തി. വനിതാ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചു. അങ്ങനെ വീണ്ടും ഒരു സംഘർഷ സമാനമായ സാഹചര്യം നിൽക്കുന്നു. ഇസ്രായേൽ ഭരണകൂടം അവിടുത്തെ തന്നെ ഈ ഹരേതി വംശജർക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്യുന്നു. എന്തായാലും ഹരേതി യഹീവ വിദ്യാർത്ഥികൾക്ക് നിർബന്ധിത സൈനിക സേവനം നടത്തണ്ട എന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ ഭരണകൂടം തീരുമാനിച്ചിരുന്നു. കാരണം 2023 ജൂൺ വരെ ഇസ്രായേൽ സൈനികർക്ക് ആവശ്യത്തിനുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സൈനികരുടെ എണ്ണം കുറഞ്ഞതോടുകൂടി ജൂണിൽ ഈ പറയുന്ന നിർബന്ധിത സൈനിക സേവനം വേണ്ട എന്ന കരാറിൽ നിന്ന് ഇസ്രായേൽ ഭരണകൂടം പിന്മാറുകയാണ്. അങ്ങനെ നിർബന്ധിത സൈനിക സേവനത്തിന് ഹരേതി യഹീവ വിദ്യാർത്ഥികളെ നിർബന്ധിക്കുന്നു. അവർ അങ്ങോട്ടേക്ക് പോകാതിരുന്നപ്പോൾ പോലീസിനെ ഉപയോഗിച്ച് ഇവരെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ കഴിഞ്ഞ 1-2 മാസങ്ങൾക്കുള്ളിൽ 870ഓളം ഹരേതികളായ യുവാക്കളെ അറസ്റ്റ് ചെയ്യുന്നു, നിർബന്ധിത സൈനിക സേവനത്തിന് പ്രേരിപ്പിക്കുന്നു. ഇത് വീണ്ടും ഒരു സംഘർഷത്തിന് ഇടയാക്കുന്നുണ്ട്. ഇതിനിടയിൽ ഈ ഹരേതി വിദ്യാർത്ഥികളെ ആർമിയിൽ ചേർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഒരു ഉത്തരവുമിറക്കി. എന്നാൽ ഈ ഹരേതി പാർട്ടിക്കാരുടെ ഒരു പ്രതിഷേധമുള്ളതുകൊണ്ട് നെതന്യാഹു ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തില്ല. അതായത് ഷാസ്, യുണൈറ്റഡ് തോറ, ജുദായിസം തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പുള്ളത് കൊണ്ട് തന്നെ ഇവരെ നിർബന്ധിത സൈനിക സേവനത്തിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആ ഒരു പ്രമേയം അല്ലെങ്കിൽ ആ ഒരു നീക്കം കൃത്യമായിട്ട് അവിടെ നടപ്പാക്കിയില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഈ സഖ്യത്തിൻ്റെ ഭാവിയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് നെതന്യാഹു ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിലും അവിടെ ദശലക്ഷം പേരുടെ പ്രതിഷേധം എന്ന പേരിൽ വലിയൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത് ഇസ്രായേൽ ഭരണകൂടത്തിന് ഒരു ഭീഷണി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ലിക്വിഡ് പാർട്ടി ഉൾപ്പെടെ ഒട്ടനവധി പാർട്ടികൾ ചേർന്ന ഒരു സഖ്യമാണ് അവിടെ ഭരണം നടത്തുന്നത്. ആ സഖ്യത്തിൻ്റെ ഭാവിയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നിർബന്ധിത സൈനിക സേവനം എന്ന നീക്കവുമായിട്ട് മുന്നോട്ട് പോകാൻ തൽക്കാലം നെതന്യാഹു തയ്യാറാകുന്നില്ല. എന്തായാലും IDF കൃത്യമായിട്ട് പറയുന്നു, ഈ ഗസയിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി 12,000 സൈനികരെ കൂടി അടിയന്തരമായിട്ട് അങ്ങോട്ടേക്ക് അയക്കണം. അതുകൊണ്ട് ഒരുപക്ഷെ ഈ നിർബന്ധിത സൈനിക സേവനത്തിന് ഈ ഹരേതികളെ ഒരുപക്ഷെ ഇസ്രായേൽ ഭരണകൂടം നിർബന്ധിക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാം. അപ്പോൾ ഒരു വശത്ത് കലാപ സമാനമായ അന്തരീക്ഷം നിൽക്കുന്നു. ഇവിടെ യുദ്ധം നിർത്തി എന്ന് പറയുന്നിടത്ത് വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. ഹമാസ് ആക്രമണത്തിന് തുനിഞ്ഞിറങ്ങിയതോടുകൂടി ഇതുവരെ മധ്യസ്ഥത വഹിച്ചിരുന്ന തുർക്കിയും അതുപോലെ തന്നെ ഖത്തറും പൂർണ്ണമായിട്ടും അവരെ തള്ളിപ്പറയുന്നു. ഡൊണാൾഡ് ട്രംപ് ഇനി സഹായിക്കില്ല എന്ന് പരോക്ഷമായ സൂചന നൽകുന്നു. ചുരുക്കം പറഞ്ഞാൽ ഗസയിൽ യുദ്ധവുമില്ല സമാധാനവുമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.